നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ആ ദിനം നമ്മൾ ആഘോഷപൂർവ്വം ആചരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മിനിയാന്ന് ഓഗസ്റ്റ് 7 ഹിരോഷിമ ദിനം. ഇന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമാണ്. രണ്ടും ജപ്പാനിൽ തന്നെ ബോംബിട്ടേണ്ട സ്ഥലങ്ങളാണ്. അതിലേക്ക് ഭവിഷ്യത്തുകൾ ഏതാണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എൻ്റെ ഈ സംഭാഷണം നമ്മുടെ ശുക്കൂർ വക്കീലിന് പ്രത്യേകം കൊടുക്കാം. മറ്റൊന്നുമില്ല, ജയശങ്കറിനെ പോലെ ഒരു ബുദ്ധിജീവിയാണ് ശുക്കൂർ വക്കീൽ. ശുക്കൂർ വക്കീൽ, നിങ്ങൾ വിദ്യ അഭ്യസിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാലും ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് ഇസ്ലാമിനെക്കുറിച്ച്. തള്ളക്ക് കഞ്ഞി കൊടുക്കരുത് എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് വക്കീൽ അതിൻ്റെ അർത്ഥം? ആശയം തള്ളക്ക് കഞ്ഞി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ തള്ളക്ക് പട്ടിണിയൊന്നല്ല. അടുക്കളയിൽ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിച്ച് പൂർണ്ണ തൃപ്തിയോടുകൂടി മടങ്ങി വരണം. അല്ല, നല്ല നല്ല ഭക്ഷണമായിട്ട് നമ്മൾ ഷെയർ എടുത്ത് എന്നാൽ ഇത് അമ്മക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത് മൂലക്ക് ഇരുത്തലല്ല. അതാണ് എൻ്റെ മനഃശാസ്ത്ര വക്കീലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അതുപോലെ കുറേ മാസങ്ങളായി അങ്ങേക്കൊരു മറുപടി തരണം വിചാരിച്ചത്, സമയം കിട്ടാതെ നിർത്തില്ല. മറ്റൊന്ന്, 4 വിവാഹം വരെയും ഇസ്ലാമിൽ കഴിക്കാമെന്നൊരു ഒരു ക്ലോസ് ഉണ്ട്. ഒരു മുസ്ലിം ആണ് പുരുഷൻ 4 വിവാഹം കഴിക്കാത്തൊരു ക്ലോസ് ഉണ്ട്. ശരിയാണത്. പക്ഷേ അതിനർത്ഥം വയ്ക്കില്ലേ 4 കഴിക്കണമെന്നല്ല, 4 വരെ ആകാമെന്ന്. എങ്ങനെ? ഗുളിക കൊടുത്ത വൈദ്യർ പറഞ്ഞ് ഇതുകൊണ്ട് ഈ നാവിലിടാൻ പറഞ്ഞു. നാവ് മിനി വായ്, അത് നാഭിമിനി ഗുഹ്യസ്ഥാനത്ത് ഇട്ട് രോഗി ചത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ 4 കെട്ടാം അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് ക്ലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആത്യന്തികമായി ചിന്തിച്ചാൽ ഒന്നിൽ തന്നെ നിർത്തണം എന്ന് ശക്തമായി താക്കീത് കൊടുത്തിട്ട് ഇസ്ലാം. എന്നിട്ട് എൻ്റെ ഒരാൾ വിവാഹം കഴിച്ചു, ഭാര്യയുടെ മക്കളുണ്ട്. ഭാര്യ എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന രീതിയിൽ ആ പുരുഷന് അവരെ കൊണ്ട് ശാരീരികമായിട്ടില്ല, ഇത് ജൈവ സാന്നിധ്യമുള്ള ശാരീരിക ആഗ്രഹം കൊണ്ട് ബയോളജിക്കലാണ്. അതൊരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും മനുഷ്യ സഹജമാണ്, മനുഷ്യ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീയിൽ നടക്കുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണ പലരും പോകുന്നത് ചിന്ന വീട്ടിലേക്കാണ്. ഇത് ലോകത്ത് സമ്പത്തും ലിംഗശബ്ദാനുശേഷിയുള്ള ഏതൊരു ആൾക്കും ഒന്നിലധികം ചിന്ന വീടുണ്ട് ലോകത്ത് തന്നെ. ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല, ലിംഗ ഉദ്ധാരണമുള്ളവരും പണമുള്ളവരും, അല്ലാതെ വെറും ലിംഗ ഉദ്ധാരണം മാത്രം ഉണ്ടായാൽ പോരാ, പണം കൂടി വേണം. ഉള്ളവരെല്ലാം ഒന്നിലധികം ചിന്ന വീടുകളിൽ നിന്ന് തെളിവ് ചെയ്ത് തരാം. അപ്പം അങ്ങനെ ചിന്ന വീടിൽ പോകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് അത് വ്യഭിചാരമാണ്. ഭാര്യയില്ലാത്ത ഏത് സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധപ്പെട്ടാലും അത് വ്യഭിചാരം എന്ന് തന്നെയാണ് ഇസ്ലാം ഇതേവരെയുള്ള വ്യാഖ്യാനം. അതിൽ മാറ്റം വന്നിട്ടൊന്നുമില്ല, അതിന് മാറ്റം വരെയില്ല. അങ്ങനെ വരുമ്പോൾ ആ പുരുഷൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ ആദ്യ ഭാര്യയുടെ സമ്മതത്തോടു കൂടിയോ, ആദ്യ ഭാര്യ സമ്മതിച്ച് സാധാരണഗതിയിൽ നടക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീ വിവാഹം കഴിക്കാം. അത് മാത്രമേ ഉള്ളൂ. അല്ല, ചെല്ലുന്നിടത്ത് വിവാഹം കഴിക്കാം, വിവാഹമോചനം ചെയ്യാനൊന്നും ഇല്ല. ഒന്നിലധികം വിവാഹം കഴിക്കാന്നല്ല, വിവാഹമോചനവും ഒരു പരിധി വരെ 99.4% ഇസ്ലാം വിരുദ്ധം തന്നെയാണ്. പിന്നെ എന്താണ്? നിന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിനക്ക് ആ ജീവൻ കളതിനേക്കാൾ ഭേദം നിലനിർത്തലാണ്. അതുകൊണ്ട് മാത്രം ഒരു എക്സെപ്ഷൻ മാത്രമാണത്. അത് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം എന്ന നാമധാരികൾ പല സ്ഥലത്തും പോയി വൃത്തികൾ കാണിക്കുന്നതിന് ഇസ്ലാം ഉത്തരവാദിയല്ലോ, അള്ളാഹു ഒരു ഉത്തരവാദിയില്ല, പ്രവാചകൻ ഉത്തരവാദിയില്ല. അത് മനുഷ്യനിർമ്മിതമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നൊരു ക്ലോസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത്
ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കോൺട്രാക്ടറാണ് ദക്ഷിണേന്ത്യയിൽ എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ സാധാരണ ഈ കോൺട്രാക്ടർമാർക്കെല്ലാം 2-3 കാര്യങ്ങളാണ്. അവരുടെ എൻജിനീയർക്ക് കൊടുക്കേണ്ട ഒരു ഒന്ന് സ്ത്രീയാകാം, വെള്ളമാകാം, പിന്നെ പണമാകാം. ചിലർക്ക് പണം വേണ്ട, മദ്യം വേണ്ട, സ്ത്രീ തന്നെ വേണം, അത് സ്വന്തം ഭാര്യ തന്നെ വേണം. ഓരോരുത്തർ വൈകൃതമാണല്ലോ. അപ്പോൾ ഒരു കോൺട്രാക്ടർ അദ്ദേഹം ചെറുപ്പക്കാരെ വീട്ടിൽ നിർത്താണ്ട്, അപ്പോൾ അവരെയാണ് ഇതിന് പറഞ്ഞു വിടുന്നത്. ഒരു ദിവസം വിട്ടപ്പോൾ ഈ വന്ന മഹാൻ വലിയവൻ, അവനറിയാം ഇതാരാണ്. എൻ്റെ പൊന്ന് ചേട്ടൻ എന്നെ പറ്റിക്കട, എനിക്കറിയാം ചേട്ടൻ്റെ ഭാര്യ ആരാന്ന് പറഞ്ഞാൽ അവിടെ പെടുങ്ങിപ്പോയെന്നോ അല്ലെങ്കിൽ അത് എതിര് പറഞ്ഞതൊരു സംഭവമുണ്ട്. അത് കേട്ടോടുകൂടി ആ സമുദായത്തിന് ഒന്നിൽ വിവാഹം കഴിക്കാൻ പാടില്ല, നിയമമില്ല കഴിക്കാൻ. അപ്പോൾ എന്താ വെച്ചാൽ അവർ ജീവഹാനി വരുത്തിയാണ് ഒരു 21 വയസ്സുകാരി കല്യാണം കഴിച്ച സംഭവം ഉണ്ടായതാണ്, കഥയല്ല സംഭവമാണ് അത് കാര്യം. അപ്പം അതുപോലെ സാഹചര്യം വന്നാൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിൽ ഇങ്ങനെ ക്ലോസ് കൊടുത്തത്. എങ്കിൽ പോലും നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന്, നിങ്ങൾ അതാണ് ഇല്ലീഗൽ ചെയ്യരുത്. ഇന്നറിയാമല്ലോ, വ്യഭിചാരം വർദ്ധിച്ച് ഇന്ന് വ്യഭിചാരം വർദ്ധിക്കുമ്പോൾ ലോകത്ത് അനിഷ്ടങ്ങളും പിന്നെ അപകടങ്ങളും ഉണ്ടാകുമെന്ന് ഖുർആൻ വചനമാണ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആത്മഹത്യ എണ്ണം കൂടുന്നുള്ളത് ഫിലോസഫിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നാസർ, അപ്പോൾ അത് പരിധി വരെയും കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ ബാധകമല്ല, അത് മതം ബാധകമല്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പിന്നെ അങ്ങ് ഭാര്യ 2ാമത് കല്യാണം കഴിച്ചു മക്കൾ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ എൻ്റെ വക്കീലെ ആലപ്പുഴക്കാരൻ അബ്ദുൽ ഖാദറിന് സക്കാത്ത് നിർബന്ധ ദാനമാണ്. ഞാൻ മുസ്ലിങ്ങൾ കൂടിലോണ്ടേ പറയുന്നത്, നിർബന്ധ ദാനമാണ്. സദക്ക ധർമ്മമാണ്, ധർമ്മം കൊടുത്താലും കുഴപ്പമില്ല. നിർബന്ധ ദാനം എന്നത് നമ്മൾ ടാക്സ് കൊടുക്കുക നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം ചെല്ലുന്ന തങ്ങന്മാരോടും മൗലിമാരോടും ചോദിക്കും, പിരിവിന് വേണ്ടി ചെല്ലുമ്പോൾ, എനിക്ക് സക്കാത്ത് നിർമ്മലം എഴുതി തരാടി, ഞാൻ പണം എത്ര മണി പള്ളി പഠിക്ക് തരാമെന്ന് പറയും. ആലോചിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു മിടുക്കനായ അല്ലെ അപ്പാജി ആരെപ്പോകേണ്ട കഥ പറയുന്നുണ്ട്, അതൊന്നും പല സമയമില്ല. ഒരു മിടുക്കനായ ഒരു തങ്ങളോട് ചോദിച്ചു, അബ്ദുൽക്കാരെ പള്ളി പണി കുറച്ച് പണമല്ലോ, തരാമല്ലോ നിങ്ങൾ, എന്താ കുഴപ്പം, ഇന്നുപോലെ എഴുതി തരും, അതെന്താ കടലാസ് എടുത്തോ. ആലപ്പുഴക്കാരൻ അബ്ദുൽക്കാരന് സക്കാത്ത് നിർബന്ധമല്ലെന്ന് എഴുതി. ഇത് രണ്ടും കണ്ടിരുന്ന ശിഷ്യന്മാർ പണം വാങ്ങിച്ച് പോയതവർ ചോദിച്ചു, എന്താ തങ്ങൾ അങ്ങനെ ചെയ്ത്? ഏടോ, സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ മുസ്ലിമല്ല. 5-6 പ്രധാന വിഷയത്തിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കാന്നുള്ളത്, നിർബന്ധദാനം കൊടുക്കല്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ, അല്ലാത്ത മനുഷ്യന് ബാധകമല്ല. അതുപോലെ നിങ്ങളിപ്പോൾ അത് വേറൊരു പോയിന്റ് ഇസ്ലാമിലുണ്ട്. അതായത് ഒരാൾ ജീവിച്ചിരിക്കാതെ അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. മൈനർ മേജർ ആണെങ്കിൽ 18 വയസ്സാണ്, കുട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ അച്ഛൻ്റെ സ്വത്ത് കുട്ടിക്കല്ല കിട്ടുന്നത്, അത് അച്ഛൻ്റെ അച്ഛനാണ്. ഏറ്റവും വലിയ അനീതിയല്ലേ? നമ്മൾ ചേകന്നൂർ മൗലിയുടെ ഭാഷ പറഞ്ഞാൽ, ചേകന്നൂർ മൗലി പറഞ്ഞറിയോ, സക്കാത്ത് അതായത് ധർമ്മം കൊടുക്കാൻ കൂടുതൽ ഗുണമല്ല പള്ളി പോയി നമസ്കരിക്കുക. അത് നമസ്കാരം നേരിട്ട് ശരിയല്ലേ? നമസ്കാരം എന്താ ചിലവുള്ളേ? ഒന്ന് കൊടുക്കുക, പള്ളി പോലെ വീട്ടിൽ നമസ്കരിക്കുക, ചിലവില്ല. പക്ഷേ സക്കാത്ത് ധർമ്മം കൊടുക്കാമല്ലോ, നമ്മൾ സമ്പാദിച്ചെനിക്ക് പണം കൊടുക്കുകയാണ്, അപ്പോൾ അതിനാണ് കൂലി കൂടുതലെന്ന് ചേകന്നൂർ മൂലം പറയാം. അത് മണ്ടത്തരാണ്, ഇബിലിസത്തോടെ. എന്നറിയോ, ഞാൻ ഈ വയ്ക്കോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 30 ദിവസം 5 പ്രാവശ്യം നമസ്കാരം അല്ല ഒരു നേരെങ്കിലും അത് എന്നുവെച്ചാൽ സമയത്ത് ചെയ്യാതെ പൂർത്തിയാക്കാൻ പറ്റുമോ? വയ്ക്കില്ലേ? വെറും 30 ഡേയ്സ്, 100 കൊല്ലമൊന്നുമില്ല, വെറും 30 ഡേയ്സ് നിങ്ങൾക്ക് 5 പ്രാവശ്യം നമസ്കാരം വീഴ്ച കൂടാതെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കാം. സാധിക്കില്ല എന്ന് വെച്ചാൽ 5 വകത്ത് കൃത്യനിഷ്ഠയിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചടങ്ങാണ്, വലിയൊരു ആരാധനയാണ്, വലിയൊരു പ്രതിഭാസമാണ്. എന്നറിയോ, സുബൈ, ഓഹർ, അസർ, മഗ്രിബ്, ഇഷ തീർന്നു. അപ്പോൾ ഇതിലേക്ക് 2-3 മണിക്കൂർ ഗ്യാപ്പ് ഇടുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും വരാണ്. അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴേ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ അങ്ങനെയല്ല എപ്പോഴും ഓർക്കണം, അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. അത് വേണമെങ്കിൽ 5 പ്രാവശ്യം ഓർക്കുന്നത് കൊണ്ടാണ്. അതിനർത്ഥം മനുഷ്യരെ തെറ്റിയാൽ അവസ്ഥ കുറയും. അങ്ങനെ സന്ദർഭത്തിലാണ് നമ്മൾ ഈ നമസ്കാരത്തെക്കാൾ ഫലമല്ല സമ്പത്ത് കൊടുക്കാറുള്ളൂ. നേരിട്ട് നോക്കുമ്പോൾ ആ സാമാന്യ ബുദ്ധിയിൽ ശ്രദ്ധിക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷെ അസാമാന്യമായിട്ട് പ്രത്യേക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യനപ്പുറത്താണ്. അങ്ങനെ വരുമ്പോഴാണ്
നിങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ പറയുന്നത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ചുരുക്കി പറയണം അറിയോ, വേറൊരു കാര്യം പറഞ്ഞറിയോ, ഈ ഒന്നുകൂടി കങ്ങശുദ്ധി വരുത്തുക, അത് ഗ്യാസ് വിട്ട് പല കാലങ്ങളും മുറി അത് ക്യാൻസലാകില്ല, ഗ്യാസ് പോയാൽ ക്യാൻസലാവും. ഇത് മലയാളത്തിൽ പോയ വള്ളി എന്ന് പറയുന്നത്, പാവപ്പെട്ട വള്ളി മറ്റൊരു ഗ്യാസാണല്ലോ വളക്കാരൊക്കെ. അപ്പോൾ ഈ ചേകന് പറഞ്ഞറിയോ, അവിടെ കഴുകാതെ ഒന്നുകൂടി തന്നെ കാര്യമില്ലത്. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഒരു മുസ്ലിം പള്ളിയിൽ 10,000 പേര് കൂടി പള്ളിയിൽ നമ്മൾ പോയി നടക്കുന്നത്, നമ്മൾ അവിടെ ഇത് കഴുകാൻ നോക്കിയാൽ ലാട്രിൻ വേണം, പിന്നെ ഉടുപ്പൂന് എന്തെല്ലാം പ്രയാസമുണ്ട്. ആ സമയത്ത് അത് പ്രായോഗികമാണോ? ഇത് ഇസ്ലാം മതം എന്നുള്ള പ്രായോഗികമാണ്, ബി പ്രാക്ടിക്കൽ. അപ്പോൾ നിങ്ങൾ വീണ്ടും ശുദ്ധി വ്യത്യാസം എന്ന് പറയും. ഇങ്ങനെയുള്ള വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ അതുപോലെ മൂഢസ്വർഗത്തിൽ കഴിയുന്ന ഒരു ചിന്തകനാണോ ഈ വക്കീലെന്ന് തോന്നും. ഇത് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. വയനാട് ദുരന്തമുണ്ട്. അത് പണം പിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം കോടതി പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല സന്ദർഭങ്ങളിലും ഇരുത്തിപ്പൊരിച്ചിട്ടുണ്ട് പലരും. കാരണം ആഭാസത്തോട് വരരുത്. ഉടനെ എന്തോ ഞാൻ കേട്ട് മുഴുവൻ കിട്ടിയില്ലെങ്കിലും 25,000 രൂപ ഇതിലേക്ക് ഫൈൻ അടിച്ചാൽ വിട്ടതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ വക്കീലെ, നിങ്ങൾ ചെയ്യണ്ട, സർക്കാർ ഒരു വസ്തു ചെയ്യട്ടെ, മറ്റുള്ള പബ്ലിക് വേറെ ചെയ്യട്ടെ. ഈ നെയ്യ് കൂടിയതുകൊണ്ട് നെയ്യപ്പം മോശമാവില്ലല്ലോ. അപ്പോൾ സർക്കാർ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഞാനീ പ്രവർത്തിക്കണം, അതുപോലെ ആ ഫണ്ടിന് കൊടുക്കുകയും ചെയ്യണം. പക്ഷേ ആ ഫണ്ടിന് കൊടുക്കണ്ട എന്ന് പറയുന്നതല്ല പിരിവെടുത്തത്. കൊടുക്കണ്ട എന്ന് പറഞ്ഞത് അത് തികച്ചും രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. കാരണം അറിയോ, ഭരിക്ക സർക്കാർ അംഗീകരിക്കണമെന്നുള്ള വിശ്വസിക്കാനുള്ള ഈമാൻ, മുസൽമാനെ സംബന്ധിച്ച് ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് കൊടുത്തുകൊണ്ട് തന്നെ, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ സംഘടനകളോ വ്യക്തികൾക്കോ കളക്ട് ചെയ്തിട്ട്, പക്ഷെ അത് കണക്ക് ഹാജരാക്കാൻ പറയാം, അല്ലെങ്കിൽ അതിന് കണക്കാണെന്ന് പറയാൻ ന്യായമാണ്. അതും സർക്കാർ ഫണ്ടിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് പറയാണ്. ഞാൻ വ്യക്തിയായിട്ട് പുല്ലപ്പടി സ്കൂളിലെ സേട്ടു, പുല്ലപ്പടി ഞാൻ PTA പ്രസംഗിക്കരുത്, എൻ്റെ സുഹൃത്താണ്. അത് IBയുടെ MP പറഞ്ഞിട്ട് അപ്പോൾ വളരെ വ്യക്തിയുടെ അപേക്ഷിക അധ്യാപകനാണ്, വളരെ വ്യക്തമായിട്ട് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ അത് മനഃശാസ്ത്രം കൂടിയാണ് പറയാം, തെറ്റത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. IBയുടെ എൻ്റെ നേതാവാണ്, എനിക്ക് എൻ്റെ കാര്യപ്പെട്ട കനാലിന് വേണ്ടി ഇവിടെ താമസിച്ച ഒരു തങ്കം എന്ന സ്ത്രീക്ക്, മുസ്ലിം അല്ല കേട്ടോ, സ്ത്രീക്ക് വീട് വയ്ക്കാൻ സഹായിക്കണമെന്ന് സേട്ടും പാർട്ടി 2-3 ലക്ഷമായിട്ട് കൊടുത്തു. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ സേട്ടു ഈ ഇദ്ദേഹത്തിന് പറയേണ്ടത് ഇതൊരു ചാരിറ്റി സംഘടനയാണ്, അത് മുസ്ലിം ചാരിറ്റിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ ഇഷ്ടംപോലെ പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അവരിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി തൃപ്തിയും സന്തോഷവും അതായിരിക്കും എന്ന് പറഞ്ഞ് ബഹുമാന്യ IBയെ ഒഴിവാക്കാതെ ഇദ്ദേഹം സംഖ്യ കൊടുത്തു. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പട്ടിണി എടുക്കുമ്പോൾ നിങ്ങൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി പേടിച്ച് മറ്റുള്ള അകൽ കൊണ്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നിയാൽ അത് നീതിയുണ്ട് സേട്ടുജി, അല്ല യുക്തിയുണ്ട് സേട്ടുജി. പക്ഷേ IBയെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല, അത് രാഷ്ട്രീയക്കാരാണ്, അദ്ദേഹത്തെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ഇതുപോലെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും പിരിച്ചിട്ട് ഈ സ്വന്തം സമുദായത്തിൽ, അല്ലെങ്കിൽ മറ്റേ സ്വന്തം സമുദായം മാത്രമല്ല അന്യ സമുദായം കൊടുക്കുക, ആരെങ്കിലും കൊടുത്താൽ അത് തെറ്റ് പറയണ്ട. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കണക്ക് വേണമെന്ന് പറയുന്നതിൽ ന്യായമാണ്. അപ്പോൾ ഇതൊക്കെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണെന്ന് കോടതിക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് കോടതി ചെറിയൊരു ഒരു അടി കൊടുത്തത്. അപ്പോൾ എൻ്റെ വക്കീലെ, നിങ്ങളുടെ ബുദ്ധി വക്രബുദ്ധിയാണ്, സാമാന്യ ബുദ്ധിയല്ല. പിന്നെ വേറൊരു ടീച്ചറുണ്ട്, തലയിൽ തുണിയില്ലാത്തൊരു ടീച്ചർ. ആ ടീച്ചർ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് എന്ത് വൃത്തികെട്ട ഭാഷയാണ് പറയുന്നത്. സംഘപരിവാർ പറഞ്ഞത് മനസ്സിലാക്കുന്നത് അവരുടെ ലക്ഷ്യമാണ്, അവർ മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമാണ്, അവർക്കത് പറഞ്ഞേ തീരൂ. ഞാനത് ഒരിക്കലും അവർക്ക് കുറ്റം പറയില്ല, കാരണം ബിക്കോസ് അവരതിൽ നിന്ന് കെട്ടിപ്പടുത്താണ്. അല്ലാതെ മുസ്ലിം നാമധാര ഈ ടീച്ചർ പറയുന്നത് വളരെ മോശമായിട്ട് യുക്തിക്ക് നിരക്കാത്തതാണ്. പിന്നെ എന്താണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ പ്രതികരിച്ചത് വെച്ചാൽ, ആ ടീച്ചർ കേൾക്കാൻ വേണ്ടി പറയാണ്. ബോംബെ മലബാറിലെ ഹില്ലിൽ ഒരു മലയാളി ചെന്ന്, ഒരു ബിരുദൻ മലയാളിയാണ്, കുറേ നാണയ സജ്ജി തോളത്തിട്ട് അങ്ങനെ നടക്കുകയാണ്. 10 രൂപ നടന്നിട്ടും ആരും കൊണ്ടുപോകുന്നില്ല, പോക്കറ്റടിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് അടുത്ത് കണ്ട ആൾ പറഞ്ഞു, ഇവിടെ വല്ല പോക്കറ്റടിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് എന്താണ് എൻ്റെ ഈ കൊണ്ടാകത്തെ? അപ്പോൾ അവൻ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മിണ്ടായിക്കട കള്ള, ഇതിലേക്കൊന്നും ഇല്ലാന്ന് ഞങ്ങൾ 10 രൂപ മുട്ടി നോക്കി, വേറെ നാണയമാണ്.
എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കാണിക്കുന്ന മറ്റാരിൽ നിന്നോ സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ വിക്രികൾക്കൊന്ന് ഉത്തരം കൊടുക്കാൻ ഞങ്ങൾ വിലയേറിയ സമയം അനുവദിക്കുന്നില്ല. അതാണ് ജാമിദ ടീച്ചർ ഞങ്ങൾ മിണ്ടാത്തത്. നിങ്ങൾക്ക് പാഠം പിടിക്കും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ നിർത്താം. എന്താ അറിയോ, മുസ്ലിം സമുദായം ഞാൻ ഉൾപ്പെടെ പൊതുവെ കുറച്ച് ദീർഘവീക്ഷ കുറവാണെന്നൊക്കെ അനുഭവം തെളിയിച്ചിട്ടുണ്ട്, പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വരുമ്പോഴേ ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ മുട്ടാൻ നോക്കുന്നു, മുട്ടിക്കൊണ്ടിരിക്കുന്നു, മുട്ടുമെന്ന് പറയുന്നു. ഇവർ വിഡ്ഢികളാണെന്ന് പറയാൻ കാരണം ഒന്ന്, സദ്ദാം ഹുസൈൻ മരിച്ചുപോയി. ആ സദ്ദാം ഹുസൈൻ വിഡ്ഢി എന്ന് ഞാൻ പറയാൻ കാരണം, സദ്ദാം ഹുസൈൻ ഒരു സ്കഡ് മിസൈൽ ഉണ്ടെങ്കിൽ അത് ഈ ട്രാൻസ്പോർട്ട് കൊണ്ടുവെടുക്കുക റിവോബിളാണ്. അപ്പോൾ സ്കഡ് മിസൈൽ ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്തേക്കും ഈ വാണം വീടുക, ചില മിസൈലേക്കും. അപ്പോൾ ഇന്ന സ്ഥലം വേണ്ട, ലോറിയിൽ കൊണ്ടുനടക്കാണ്, എവിടെയും കൊണ്ട് വിടാം. അങ്ങനെ സ്കഡ് മിസൈൽ ഇസ്രായേലിൽ കിട്ടും. മനസ്സിലാക്കണം, ബുദ്ധിയുള്ള ലോക ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സൈക്കോളജിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്കഡ് കിട്ടും ഇസ്രായേലും. അപ്പോൾ സ്കഡ് മിസൈൽ തകർക്കുന്നത് അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈലാണ്. ജയശങ്കർ വക്കീലെന്ന് കേട്ടോളൂ കേട്ടോ, പേട്രിയോട്ട് മിസൈലാണ്. ഈ പേട്രിയോട്ട് മിസൈൽ വിലക്ക് ചോദിച്ചിട്ട് അമേരിക്ക ഇസ്രായേൽ കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ സദ്ദാമിൻ്റെ ഒരു സ്കഡ് ഇസ്രായേൽ പാടത്ത് വീണ് 10 മുടി ഞാറ് കരിഞ്ഞു പോയപ്പോൾ അമേരിക്ക പേട്രിയോട്ട് മിസൈൽ കൊടുത്തു എന്ന് മാത്രമല്ല, അത് ഇറക്കി ചെയ്ത് കൊടുത്ത്, അതായത് അത് ഉറപ്പിക്കാനുള്ള പൈസ കൊടുത്തു. അപ്പോൾ എന്ത് നേട്ടമുണ്ടേ? അതിൻ്റെ ഫിലോസഫി ഇതാണ്. നാം ഒരാളെ എതിർക്കുമ്പോൾ നാം ഇത് നേടി നോക്കണം. നാം ഒന്നും നേടുന്നില്ലെങ്കിൽ നാം ഒരാൾ നശിപ്പിച്ചിട്ട് എന്ത് കാര്യം, എതിർത്തിട്ട് കാര്യം? അങ്ങനെ ഇറാനും ഇറാഖിൻ്റെ മുഖ്യ ശത്രുക്കൾ ഇസ്രായേലാണെന്ന് ഒരു എഴുതപ്പെടാത്ത നിയമമുള്ളപ്പോൾ ഈ മണ്ടന്മാരായ അറബി നേതാക്കൾ, ഞാൻ മണ്ടന്മാർ തന്നെ പറയും, ഞങ്ങളുടെ ദൃഷ്ടി അതാണ്, പരസ്പരം അടിച്ച് ശക്തി കളഞ്ഞില്ലേ? ശക്തി കളഞ്ഞ് സദ്ദാം മരിച്ചും പോയി, ഇറാൻ നശിച്ച് ഇറാനുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പിടിക്കാണ്. എന്ത് കോപ്പടോ ഇറാൻ നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് കോപ്പമുള്ളേ? 10-40 വർഷം മുമ്പുള്ള പിന്നെ ഹെലികോപ്റ്ററൊക്കെയാണ്, അങ്ങനെയല്ല അവിടെ അപകടപ്പെട്ടൊക്കെ. നിങ്ങൾ എന്ത് കണ്ടുകൂടെ പിന്നെ ഇത്തുള്ളത്? ആരെ കണ്ടുകൊണ്ടാണ്? അതായത് നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ നാം ഇത് നേടുന്നു നോക്കണം. നമുക്ക് നേട്ടമില്ലെങ്കിൽ എതിർക്കരുത്. അതുപോലെ സദ്ദാം ഹുസൈനും ഈ ഇറാൻ്റെ ഖൊമേനിയൊക്കെ ചേർത്ത് പരസ്പരം യുദ്ധം 10-11 വർഷമായിട്ട് യുദ്ധം നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് കോടികൾ നശിപ്പിച്ച് എല്ലാം നശിച്ചുപോയി. എന്നിട്ട് ഇപ്പം ഇസ്രായേൽ അടിക്കാൻ നടക്കുകയാണ്. സദ്ദാമില്ല, അത് അമേരിക്ക കൊണ്ട് കയ്യേറി. അതൊക്കെ സൗദി അറേബ്യ ചെയ്യും പോലെ നാട്ടിലെ പ്രമാണിയുണ്ടെങ്കിൽ ആ പ്രമാണിയായിട്ട് ദാൻ എത്തി പോകുന്നതാണ് ബുദ്ധി. അത് സൗദി കാണിക്കുന്നതാണ്. അമേരിക്ക നേരിട്ട് എതിർക്കുന്നില്ല, ഇസ്രായേൽ വിട്ടും നേരിട്ട് എതിർക്കുന്നില്ല. എതിർത്തോട് ഒരു ആൾ ഒരു കോടതി കയറിയാൽ, പോലീസ് സ്റ്റേഷൻ കയറിയാൽ അവൻ്റെ 10 വർഷത്തെ വളർച്ച പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു യുദ്ധം ഉണ്ടാക്കിയാൽ 2 രാജ്യം നശിക്കുന്നേ. യുദ്ധം ചെയ്ത് ഏതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും മനുഷ്യൻ ജയിച്ചിട്ടുണ്ടോ? നശിക്കാനല്ലാതെ. അതുകൊണ്ടാണ് സൗദി അറേബ്യ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത്. പക്ഷേ എങ്കിൽ നിൽക്കാൻ പറ്റില്ല. സൗദി അറേബ്യ ഇസ്രായേലിനാലും പരസ്യമായിട്ട് എതിർത്തില്ലെങ്കിൽ ഈ 57 മുസ്ലിം രാജ്യങ്ങളെതിരെ 100 ചില രാജ്യങ്ങളുണ്ട്. പക്ഷെ 57 മുസ്ലിം രാജ്യങ്ങൾ യോഗം കൂടി ഇപ്പോൾ ഇറാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഇസ്രായേൽ ചെയ്ത് 100% തെറ്റാണ്, സംശയമില്ല. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നത് അമേരിക്കൻ തെറ്റാണ്. പക്ഷേ ഇവിടെ നയമാണ് വേണ്ടത്, യുക്തിയാണ് വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത്. അത് നമ്മൾ അറബികൾക്ക് ഇല്ലാതെ പോയി സാർ. ഞാനുൾപ്പെടെ പറയാണ് ഇത് മുസ്ലിങ്ങൾക്ക്. കാരണം എന്താ അറിയില്ല, അവർ നയം കാണിക്കില്ല അല്ലേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ പോലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന് ഫത്വ വ്യാഖ്യാനം കൊടുത്ത അന്നത്തെ മുസ്ലിം ഉലമാക്കൾ, ഉമറാക്കളും മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം പുരോഹിതന്മാരും ചെയ്തതാണ്. അതുകൊണ്ടെല്ലാം ഈ സമുദായം എത്രയോ പുറകിൽ പോയി. മുസ്ലിം സമുദായം ഇന്ത്യയിൽ എത്രയോ പുറകിൽ പോയി. അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞാൻ നിങ്ങൾ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന പേര് മാറ്റി വേറെ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ പാർട്ടിയാവാൻ ഇന്നും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത വേർഡാണത് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്. അത് ഞങ്ങൾ ഒരിക്കലും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളത് എടുക്കുന്നവരെ ഞങ്ങളത് പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പേരിട്ട് നിങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾ എത്ര വളർച്ച ഉണ്ടാക്കരുത്. നിങ്ങൾ ഇപ്പോഴും ആ മുസ്ലിം എന്ന പേരിൽ പിടിച്ചേക്കാണ്. അതാണ് അതുപോലൊക്കെ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ കാലാകാലങ്ങളിൽ ചെയ്ത ആൾക്കാർ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാം ഉത്തരവാദിയല്ല, വ്യക്തി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം ഉണ്ടായാലും അമേരിക്കയായിട്ട് യുദ്ധം ഉണ്ടായാലും ആളെ കൊല്ലാം എന്നല്ലാതെ ഒന്നും നേടുന്നില്ലത് മാത്രമല്ല, നഷ്ടപ്പെടുകയും ചെയ്യണം. ബുദ്ധിയുണ്ടെങ്കിൽ, നയമുണ്ടെങ്കിൽ ഇസ്രായേലായിട്ട് നേരിട്ട് കൊടുക്കാതെ, ഇറാഖ് യുദ്ധം ഉണ്ടാക്കാതെ, അപ്പോൾ എന്താ, അവർക്ക് അധികാരം നിലനിർത്തണം.
അത് എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്, എങ്ങനെ വർഗീയത ഉണ്ടാകുന്നത്? അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും അങ്ങനെ കൈപ്പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് യുദ്ധം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കുന്നത്. ഇപ്പം നെത്തിന്യാഹു അവിടെ യുദ്ധം ഉണ്ടായാലും അദ്ദേഹം ഭരണം പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇറാൻ കളിക്കുന്നതിനാണ്, ഇപ്പോൾ ബംഗ്ലാദേശ് കളിക്കുന്നതിനാണ്, സൗദി അറേബ്യ കളിക്കുന്നത്, എല്ലാ രാജ്യവും കളിക്കുന്ന അവനവൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി. അത് ജാതിയായിട്ട് ഉപയോഗിക്കും, മതമായിട്ട് ഉപയോഗിക്കും, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം, ഏത് നിലയ്ക്ക് ഉപയോഗിച്ചും തൻ്റെ സ്ഥാനം വേണമോ. ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിർത്തിയത്, പ്രവാചകൻ്റെ മുൻപിൽ, ഞാൻ മുസ്ലിം സമുദായം, മുസ്ലിം ന്യൂനപക്ഷന്മാർ, മുസ്ലിം അതുകൊണ്ട് പറയാനുണ്ട്, പ്രവാചകൻ മുൻപിൽ സഹാബികൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാലത്ത് ജീവിച്ച ആൾക്കാരാണ് സഹാബികൾ. അപ്പോൾ സഹാബി ഇരിക്കുമ്പോൾ പ്രവാചകൻ മതി, ഇപ്പോൾ ഒരു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ഒരാൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് നമസ്കാരം പോയപ്പോഴും ഇത് കണ്ട ഒരാൾ ഇദ്ദേഹത്തെ പുറകെ അനുഗമിച്ച് വീട്ടിൽ പോയി. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇത്ര പദവി അള്ളാഹുവിനോയിൽ കിട്ടാൻ കാരണം എന്താ അറിയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞറിയോ, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ജനിച്ചതിന് ശേഷം ഇതേവരെ ആരെയും മോശമായിട്ട് ചെയ്തിട്ടില്ല. ആ ഒരു പ്രവൃത്തി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് പടച്ചവൻ പറഞ്ഞത്. നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപിയാണ്, പാപികൾക്കാണ് നരകം. കുറ്റവാളികളുടെ ശിക്ഷ ഈ ഭൗതിക കോടതിയുള്ളൂ. ആത്മീയ കോടതി എന്നാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ പാപികൾക്കാണ് ശിക്ഷ. അത് പാപം മനസ്സോട് ചെയ്താണ്, പ്രവൃത്തി ചെയ്യുമ്പോൾ പിന്നെ അതിനേക്കാൾ തെറ്റല്ലേ. അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആരെയും മനസ്സുകൊണ്ട് പോലും മറ്റൊരാൾക്കുറിച്ച് മോശമായി ചിന്തിക്കാത്ത ഒരു ലോകത്തുണ്ടെങ്കിൽ ആ ലോകത്തെയാണ് നമ്മൾ അംഗീകരിക്കണം, സ്നേഹിക്കണം. ഇന്ന് അതുണ്ടോ? എൻ്റെ 50-60 വർഷത്തെ പൊതുജനത്തിടയിൽ ഹിന്ദു മസ്തു കിസാൻ പഞ്ചായത്ത്, പിന്നെ നമ്മുടെ ജോർജ് ഫെർണാണ്ടസ് സാർ ഉണ്ടാക്കിയ കഥ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ തൊഴിലാളിയാണ്. ആ തൊഴിലാളി കൂടി ഞാൻ സർവ്വസ്നേഹി പദവി നൽകി ആദരിച്ചു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഗോവയിൽ വെച്ച്. ഞാൻ വലിയവനായതുകൊണ്ടല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതേവരെ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ട് ധൈര്യമായിട്ട് പറയാം. ആരെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്ത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന സമാധാനം ചെയ്യാൻ മാത്രമല്ല, അന്ന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കാം. എന്നിൽ നിന്ന് ലോകത്ത് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് തെളിയിച്ചാൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രവർത്തനം നിർത്തും, പിന്നെ മരിക്കാൻ തയ്യാറാണ്. അപ്പം അതുപോലെ നിങ്ങൾ ആരെയും മനസ്സുകൊണ്ട് പോലും മോശമായി ചിന്തിക്കാത്ത ഒരു വർഗമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.